നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും വിജയിക്കാനായി പരിശ്രമിക്കണമെന്ന് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിലാണ് ദേശീയ അധ്യക്ഷന്റെ നിർദ്ദേശം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും ബൂത്തുതല തയ്യാറെടുപ്പുകളും കോർ കമ്മിറ്റി വിലയിരുത്തി വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദാണ് ചേരുന്നത്. അലക്സ്, വെരി ഗുഡ് മോർണിംഗ്. എല്ലാ സീറ്റിലും വിജയിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു അല്പം അതിമോഹമല്ലേ എന്ന് തോന്നുമെങ്കിലും എന്തായാലും ഒരു ലക്ഷ്യമുണ്ട് ബി.ജെ.പിക്ക് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെ അവർ ഏത് തരത്തിലും ചില സീറ്റുകൾ നേടാനുള്ള പരിശ്രമങ്ങൾ നടത്തും. കോർ കമ്മിറ്റി യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായത്? ക്രിസ്റ്റീന, ഇതിന്റെ പശ്ചാത്തലമായി വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ മുന്നേറ്റമാണ്. 36 നിയമസഭാ മണ്ഡലങ്ങളിൽ അവരുടെ വോട്ട് ഷെയർ അത് 30,000-നും 40,000-നും ഇടയിലും, ചില മണ്ഡലങ്ങളിൽ അത് 45,000 വരെയുമാണ്. അങ്ങനെ 36 മണ്ഡലങ്ങളുണ്ട്. ആ 36 മണ്ഡലങ്ങളിൽ വലിയ തോതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചതും. അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം കേരളത്തിൽ നടത്തുന്നതും. ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിൽ വിവിധ പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് താജിൽ ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗം ചേർന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞത് 36 സീറ്റുകളിൽ മാത്രമല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, ഓരോ സീറ്റിലും, അതായത് എല്ലാ സീറ്റുകളും വിജയിക്കണം എന്ന തരത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന സംസ്ഥാനങ്ങളിൽ മുഴുവൻ സീറ്റിലും വിജയിക്കണമെന്നും അധികാരത്തിൽ വരണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടുള്ള പ്രവർത്തനമാണ് ആ സംസ്ഥാനങ്ങളിൽ വിജയം കണ്ടത്. ആ തരത്തിലുള്ള പ്രവർത്തനം തന്നെ കേരളത്തിലും നടത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പ്രത്യേകിച്ച് ഓരോ സീറ്റുകൾ എന്നുള്ള നിലയ്ക്ക് എടുത്തു കാണേണ്ട, മുഴുവൻ സീറ്റിലും മത്സരിച്ച് വിജയിക്കണം എന്ന തരത്തിൽ തന്നെയാകണം നേതാക്കൾ അതിനെ കാണേണ്ടതും പ്രവർത്തനം ഏകോപിപ്പിക്കേണ്ടതുമെന്നാണ് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ കോർ കമ്മിറ്റി യോഗത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. മറ്റ് നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം, ഒപ്പം ബൂത്ത് തല തയ്യാറെടുപ്പുകളും ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗം വിലയിരുത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് കടന്നിട്ടില്ല കോർ കമ്മിറ്റി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ ജില്ലാ ഭാരവാഹികളും മണ്ഡലം ഇൻചാർജുമാരും അവരുടെ പ്രവർത്തന മേഖല ബൂത്ത് തലത്തിലേക്ക് മാറ്റണം. അതായത് താഴെ തലത്തിലേക്ക് ഇറങ്ങി അവർ പ്രവർത്തിക്കണം ഈ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ എന്നൊരു നിർദ്ദേശം കൂടി ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതാണെങ്കിൽ അദ്ദേഹം ഇന്നും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുപോലെ നേതാക്കൾക്കും ഒപ്പം ബി.ജെ.പിയുടെ അണികൾക്കും ഒക്കെ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റീന. ഓക്കെ, ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കേരള സന്ദർശന അവസാന ദിവസമാണ് ഇന്ന്. അപ്പോൾ ഈ പറഞ്ഞ 40-36 സീറ്റൊന്നുമല്ല, എല്ലാ സീറ്റിലും വിജയിക്കാൻ പരിശ്രമിക്കണം എന്നാണ് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ കൊടുത്ത നിർദ്ദേശം. അത് പിന്നെ അങ്ങനെ തന്നെയാണ്. അതല്ലാതെ കുറച്ച് സീറ്റ് മാത്രം നോക്കിയാൽ മതി, ബാക്കി സീറ്റ് നോക്കണ്ട എന്നാരും പറയില്ലല്ലോ, അല്ലേ? അങ്ങനെ പറയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.